ശ്രദ്ധയെ തിരിക്കാം. അനാദിയായും ശാശ്വതമായും ദൈവമായ പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന് മഹത്വവും പുകഴ്ചയും സ്തോത്രവും ബഹുമാനവും ഉണ്ടാകുമാറാകട്ടെ. തന്റെ മരണത്താൽ മരണത്തിന്റെ അധികാരിയായിരുന്ന പിശാചിനെ നീക്കി മരണഭീതിയിൽ അടിമകളായിരുന്ന നമ്മെ ജീവന്റെ പ്രത്യാശ തന്ന് വിടുവിച്ച ദൈവപുത്രനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. ഒരു മാസവും കൂടെ ദൈവം നമ്മെ കാത്തു. 2025 ആണ്ടിന്റെ 3-ാമത്തെ മാസം വരെ നമ്മെ സൂക്ഷിച്ച് 4-ാമത്തെ മാസം ആദ്യ ദിവസം ഈ പ്രത്യേക സമയത്ത് പല സമയമേഖലകളിൽ ഇരുന്നുകൊണ്ട്, ടൈം സോണുകളിൽ ഇരുന്നുകൊണ്ട് ദൈവവചന പഠനത്തിനായി തിരുസന്നിധിയിൽ അടുത്തു വരുവാൻ ദൈവം നമ്മോട് കരുണ കാണിച്ചു, കൃപ ചെയ്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവ് താമസമായാൽ ഈ മാസവും നമുക്ക് കർത്താവിനോട് കൂടുതൽ അടുക്കുന്നതിന്, എല്ലാറ്റിലും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിന് ഒക്കെ ദൈവം മുഖാന്തരങ്ങളെ നൽകട്ടെ എന്ന് ദൈവത്തോട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് വെളിപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളായിരുന്നു. വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ 2 തരത്തിലുള്ള ചിന്തകളിലൂടെ, വ്യാഖ്യാനങ്ങളിലൂടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്തു. ഒന്നാമത്, യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള ഫസ്റ്റ് മാനിഫെസ്റ്റേഷൻ, അപ്പിയറൻസ്. 1-ാമത്തെ പ്രത്യക്ഷതയും 2-ാമത്തെ പ്രത്യക്ഷതയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്യുവാൻ, കമ്പയർ ചെയ്യുവാൻ നമ്മൾ ശ്രമിച്ചു. ക്രിസ്തു മനുഷ്യനായി ഭൂമിയിൽ വന്ന അതിനെയാണ് യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷത എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വരെ കാണുന്നുണ്ട്. 2-ാമത്തെ പ്രത്യക്ഷതയായി 28-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത് യേശു 2-ാമതും പ്രത്യക്ഷനാകും. അത് 1-ാമത്തേതിൽ നിന്നും വ്യത്യസ്തമായി പാപങ്ങളെ ചുമക്കുവാനല്ല, പകരം തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ടാണ്. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി. സ്തോത്രം. ഇങ്ങനെ നാം 2 പ്രത്യക്ഷതകളെ കുറിച്ചാണ് കണ്ടത്. അതിൽ ഈ 2 പ്രത്യക്ഷതകളെ തമ്മിൽ താരതമ്യം ചെയ്യുകയായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തത്. അതായിരുന്നു 1-ാമത്തെ നമ്മുടെ പഠനം ഈ വിഷയത്തോടനുബന്ധിച്ച്. 2-ാമത് നാം ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ വ്യാഖ്യാനിക്കാൻ, അതിന്റെ അർത്ഥം കണ്ടെത്താൻ ശ്രമിക്കുകയായിരുന്നു. അപ്പം 1-ാമത്തെ ഭാഗത്ത് നമ്മൾ കണ്ട അല്ലെങ്കിൽ ചിന്തിച്ച ഭാഗങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ആ സമയത്ത് വിട്ടുകളഞ്ഞ കാര്യങ്ങളെയും കൂടെ എടുത്ത് വ്യാഖ്യാനിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചു. ഇന്ന് പൊതുവായി മറ്റു ചില കാര്യങ്ങളും കൂടെ പറഞ്ഞ് ആ ഭാഗം വിടുവാനാണ് ഞാൻ കർത്താവിൽ ആശിക്കുന്നത്. നാം അവിടെ കണ്ടു 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ
യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പ്രത്യക്ഷതയുടെ രണ്ടാമത്തെ ഭാഗമാണ് നാം അവിടെ കാണുന്നത്. 11ാമത്തെ വാക്യം ഒന്നും കൂടെ നമുക്ക് വായിക്കാമല്ലോ. Verse 11, please. Then I saw heaven opened, and behold, a white horse. Enough. Then I saw. അനന്തരം ഞാൻ. Then I saw. അനന്തരം. എന്തിനനന്തരം? എന്തിനു ശേഷം എന്നാണ് നാം അവിടെ കാണുന്നത്. 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം. എന്തിനെ പറ്റിയാണ് 10 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? പെട്ടെന്ന് മനസ്സിലാക്കാൻ കുഞ്ഞാടിന്റെ കല്യാണത്തിന് ശേഷമെന്ന് മനസ്സിലാക്കാം. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ഏറെ നാളത്തെ പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പൂർത്തീകരണമായ കൂടിച്ചേരലിന് ശേഷം. Then means after the union of Christ and the church in the holy matrimony of the Lamb. കുഞ്ഞാടിന്റെ കല്യാണത്തിൽ, അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ വിശുദ്ധ വിവാഹം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, അതിൽ സഭയും ക്രിസ്തുവും കൂടെ ഒന്നു ചേർന്ന അനന്തരം എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അനന്തരം, അതിൽ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ഒരുമിച്ചുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരുടെ ഉയർപ്പ് എപ്പോൾ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം. അത് 20ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അതുവരെ ആ വിഷയത്തിൽ നമുക്കൊരല്പം പ്രതീക്ഷയോടിരിക്കാം. 20ാം അധ്യായത്തിൽ വരുമ്പോൾ പുനരുത്ഥാനങ്ങളെ കുറിച്ച് നമുക്ക് ഒന്ന് ചിന്തിക്കാം. ആ സമയത്ത് ആ കാര്യം വ്യക്തമാക്കാം. ഇപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കുക. ഹാബേൽ മുതൽ ഉള്ള സകല വിശുദ്ധന്മാര്, അതിൽ മഹാപീഡനകാല വിശുദ്ധന്മാർ ഇതിന് ശേഷമാണ് ഉയർക്കുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ വിശേഷിച്ച് കുഞ്ഞാടിന്റെ കാന്ത, കുഞ്ഞാടുമായി കൂടിച്ചേരുന്ന an eternal union, നിത്യമായ കൂടിവരവ്, അതിനുശേഷം നടക്കുന്ന സംഭവങ്ങളാണ്. അതിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന ചില കാര്യങ്ങളാണ് a general description of this portion, verses from 11 through 16. വെളിപ്പാട് 19ന്റെ 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന പൊതുവായ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന പൊതുവായ ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, here comes the public manifestation of Christ, the public coming of Christ, the public advent of Christ. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷത. ആ പദത്തോട് പലർക്കും വിയോജിപ്പുണ്ട്. പരസ്യ പ്രത്യക്ഷതയെ പരസ്യപ്രത്യക്ഷതയോടല്ല സത്യത്തിൽ വിരോധം ആൾക്കാർക്ക്, രഹസ്യ പ്രത്യക്ഷത എന്ന് പറയുന്നതിനോടാണ്. നമ്മളത് നേരത്തെ പരാമർശിച്ചിട്ടുള്ളതാണെങ്കിലും ഈ സന്ദർഭത്തിൽ ഒന്നും കൂടെ ചുരുക്കമായി പറയുന്നു. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവ് എന്ന പ്രയോഗത്തെ
പല വേദ പഠിതാക്കളും എതിർക്കുന്നുണ്ട്. എല്ലാവർക്കും അതിനോട് യോജിപ്പില്ല. There are many people who oppose the phrase the secret coming of Christ. എന്തിനാ യേശു രഹസ്യത്തിൽ വരുന്നത്? മോഷ്ടിക്കാൻ വരികയാണോ, അടിച്ചുകൊണ്ട് പോകാൻ വരികയാണോ? ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്. രഹസ്യവരവ് എന്ന പ്രയോഗം എവിടെയെങ്കിലും ബൈബിളിൽ ഉണ്ടോ? അതിനു വേണ്ടിയിട്ട് ഈ ആശയം എടുക്കുന്നവർ പറയുന്ന വാക്യങ്ങളാണ് യേശു കള്ളനെ പോലെ വരും എന്ന്. കള്ളനെ പോലെ. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് യേശുവിന്റെ രഹസ്യ പ്രത്യക്ഷത അല്ലെങ്കിൽ രഹസ്യവരവ് എന്നുള്ളതിനെ ചിലർ അംഗീകരിക്കാത്തത്. അങ്ങനെ ഒരു രഹസ്യവരവില്ല എന്ന്, അല്ലെങ്കിൽ യേശു രഹസ്യമായിട്ടല്ല വരുന്നത് എന്ന് പറയുന്നത് കൊണ്ട് യേശുവിന്റെ പരസ്യ പ്രത്യക്ഷത എന്ന പ്രയോഗത്തെയും ആൾക്കാർ എതിർക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നു, യേശുക്രിസ്തുവിന്റെ രഹസ്യ പ്രത്യക്ഷത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സഭ മഹാപീഡനത്തിലൂടെ പോകുമോ എന്ന വിഷയം പഠിച്ചപ്പോൾ നമ്മൾ ഈ കാര്യം പറഞ്ഞായിരുന്നു. യേശു സഭയെ ചേർക്കുവാൻ വരുന്നത് ഭൂമിയിലേക്ക് അല്ല. നമ്മൾ കണ്ടിട്ടുണ്ട് 1 തെസ്സലോനിക്കർ 4:16 വാക്യത്തിൽ, 1 Thessalonians 4:16, Jesus descends from the heaven. യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. And the church is caught up in the air. സഭ മധ്യ ആകാശത്തിലേക്ക്, മധ്യ ആകാശം എന്ന പേരില്ല അവിടെ, ആകാശത്തിലേക്ക് അല്ലെങ്കിൽ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്നു എന്നാണ്. അതിനെ നമ്മൾ പറഞ്ഞും പാടിയും മധ്യാകാശം എന്നാക്കി. മധ്യാകാശമെന്ന് ഇഷ്ടമില്ലെങ്കിൽ പറയുകയേ വേണ്ട. എന്നാൽ ആകാശമെന്നും മേഘങ്ങൾ എന്നും അവിടെയുണ്ട്. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു, സഭ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യേശുവും ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന സഭയും തമ്മിൽ ആകാശത്തിൽ അല്ലെങ്കിൽ മേഘങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്നു. മേഘങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അവിടെ നിന്നും കർത്താവ് സഭയെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. മധ്യാകാശത്തിൽ മണിപ്പന്തലിട്ട് അവിടെ നിൽക്കുകയല്ല, പിതാവിന്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മൾ കണ്ടുമുട്ടുന്നത് ആകാശത്തിൽ വെച്ചാണ്, മേഘങ്ങളിൽ വെച്ചാണെന്നേ ഉള്ളൂ. അവിടെയല്ല താമസം. അവിടെയല്ല നമ്മൾ 7 വർഷം നിൽക്കുന്നത്, പിതാവിന്റെ ഭവനത്തിലാണ്. അതിനെ രഹസ്യവരവ് എന്ന് വിളിക്കുവാൻ കാരണം ആരും അറിയാതെ വരുന്നു എന്നല്ല. സ്തോത്രം. ആ വരവിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വരവിന്റെ ഗുണഭോക്താക്കളാകുന്നത്, the profit of that particular advent of Christ will be only for the saints. വിശുദ്ധന്മാർക്ക് മാത്രമായിരിക്കും അതിന്റെ പ്രയോജനം. വേറെ ആരും അറിയത്തില്ലേ എന്ന് ചോദിച്ചാൽ അറിയും. യേശുക്രിസ്തു മേഘങ്ങളിൽ വരികയും സഭയെ ചേർക്കുകയും ചെയ്യുന്നത് വേറെ ആരും അറിയത്തില്ലേ എന്ന് ചോദിച്ചാൽ അറിയും. എന്തുകൊണ്ടറിയും? അല്ലെങ്കിൽ എങ്ങനെ അറിയും? ഇവിടെ നിന്ന് സഭ എടുക്കപ്പെടുമ്പം ആള് മിസ്സിംഗ് ആയിരിക്കുമല്ലോ. യെസ്, 1-2 പേരല്ല.
കോടിക്കണക്കിന് വിശുദ്ധന്മാർ ഭൂമിയിൽ നിന്ന് ഒറ്റയടിക്ക് ഇല്ലാതെയാകുമ്പോൾ അത് ബാക്കിയുള്ളവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ അറിയുമെന്നേ ഉള്ളൂ. അല്ലാതെ യേശു മേഘങ്ങളിൽ വന്നത് ഇവരാരും കാണുകയോ അറിയുകയോ ചെയ്യില്ല. ഈ സമയത്തെക്കുറിച്ചും അറിവില്ല. അതുകൊണ്ടാണ് യേശു കർത്താവ് സഭയെ ചേർക്കാൻ വരുന്നതിനെ ക്രിസ്തുവിന്റെ സീക്രട്ട് കമ്മിങ്, രഹസ്യവരവെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു രഹസ്യവരവ് ഉള്ളത് കൊണ്ടാണ് നമ്മളിപ്പോൾ 11-ാം വാക്യത്തിൽ 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങളെ യേശു ക്രിസ്തുവിന്റെ പരസ്യവരവ് അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ പരസ്യ പ്രത്യക്ഷത എന്ന് വിളിക്കുന്നത്. ഇതിൽ ആർക്കും സംശയങ്ങളില്ലല്ലോ? മേഘപ്രത്യക്ഷത എന്ന് പറയുന്നത് തന്നെയല്ലേ മാസ്റ്റർ? മേഘപ്രത്യക്ഷതയാണ് രഹസ്യപ്രത്യക്ഷത. അതെ അതെ അതെ. മേഘങ്ങളോളമേ ക്രിസ്തു വരുന്നുള്ളൂ, ഭൂമിയിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് മേഘങ്ങളോളം വരുന്ന ആ വരവിനെ ലോകമനുഷ്യരാരും കാണുന്നില്ല. കർത്താവിന്റെ ആ ശബ്ദം എല്ലാവരും കേൾക്കുമോ? ഇല്ല. ഒന്നും കൂടെ ആ വാക്യം നമുക്കങ്ങ് വായിച്ചേക്കാം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 25-ാമത്തെ വാക്യം, 5:25. John. Truly, truly, I say to you, an hour is coming and is now here, when the dead will hear the voice of the Son of God, and those who hear will live. The dead will hear the voice of the Son of God, and those who will hear will raise. ദൈവപുത്രന്റെ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും. കേൾക്കുന്നവർ ജീവിക്കും. അപ്പോൾ എല്ലാവരും കേൾക്കുന്നില്ല. സ്തോത്രം. എല്ലാവരും കേൾക്കുന്നില്ല. അപ്പൊ കർത്താവ് ഇറങ്ങി വരുമ്പോൾ തനിക്കുള്ളവരെ തന്റെ അടുക്കലേക്ക് ചേർക്കുകയാണ്. അതിന് കർത്താവിന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന ഗംഭീരനാദമാണ് പ്രധാനം. ഈവൻ കാഹളനാദം കേൾക്കാറായി എന്ന് നമ്മൾ കാഹളനാദത്തിന് കൊടുക്കുന്ന ഊന്നൽ അത്ര ശരിയല്ല. നമ്മളത് അതും പഠിച്ചതാണല്ലോ. ആവർത്തനമാണെന്ന് എനിക്കറിയാം. ഓർക്കുന്നുണ്ടോ? 3 ധ്വനികളാണ് പ്രധാനമായിട്ട് ഉള്ളത് കർത്താവിന്റെ വരവെങ്കിൽ. ഒന്ന്, ദ ഷൗട്ട് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ ഗംഭീരനാദം. 2, ദ വോയിസ് ഓഫ് ദി ആർക്ക്ഏഞ്ചൽ, പ്രധാന ദൂതന്റെ ശബ്ദം, ട്രംപറ്റ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ കാഹളനാദം. കാഹളം എന്തിനാണെന്നൊക്കെ നമ്മൾ ഉപയോഗം എല്ലാം കണ്ടതാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കാഹളനാദം നമ്മൾ ഇവിടെ നിന്നും പുറപ്പെടുവിക്കുന്നതിന്റെ സൂചന മാത്രമാണ്. കാഹളം മുഴങ്ങിയില്ലെങ്കിലും നമ്മൾ ഇവിടെ നിന്ന് പോകും. സഭയെ ഭൂമിയിൽ നിന്നും
കർത്താവിന്റെ അടുക്കലേക്ക് ചേർക്കുന്നത് കാഹളമല്ല, കാഹളനാദമല്ല, പ്രധാന ദൂതന്റെ ശബ്ദവുമല്ല. പ്രധാന ദൂതന്റെ ശബ്ദത്തിന്റെ ലക്ഷ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, സാത്താനുമായിട്ടുള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമാണ്. പക്ഷേ അൾട്ടിമേറ്റ്ലി, ആത്യന്തികമായി ദൈവസഭയെ ഇവിടെ നിന്നും കർത്താവിങ്കലേക്ക് അടുപ്പിക്കുന്നത് കർത്താവിന്റെ ഗംഭീരനാദം തന്നെയാണ്. അതാണ് കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ വചനം. ഇന്നലെ നമ്മളൊന്ന് തൊട്ട് വിട്ടിരുന്നു യേശു ക്രിസ്തുവിന്റെ പേര് ദൈവവചനമെന്ന് ഉള്ളതുമായി ബന്ധപ്പെട്ട്. കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം, the word that proceeds from the mouth of Christ is the ultimate voice that resurrects the dead in Christ or transforms or translates the living in Christ. സ്തോത്രം. അപ്പോ ആ ഗംഭീരനാദം കൊണ്ട് നമ്മെ ഉയർപ്പിച്ചോ രൂപാന്തരപ്പെടുത്തിയോ തന്റെ അടുക്കലേക്ക് അടുപ്പിക്കുന്നു, എത്തിക്കുന്നു. ഇതെല്ലാം നടക്കുന്നത് നോടി നേരം കൊണ്ടാണ്. കണ്ണിമയ്ക്കുന്നിടയിൽ, ഈ കണ്ണിമയ്ക്കുന്നിടയിൽ നടക്കുന്ന ഈ ആത്മീയ പ്രക്രിയയെ കാണത്തക്ക കാഴ്ചയുള്ള ഒരു കണ്ണും അക്ഷരികമായിട്ടോ യാന്ത്രികമായിട്ടോ ഭൂമിയിലില്ല. അതുകൊണ്ടാണ് ആ വരവിനെ നമ്മൾ രഹസ്യ വരവെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വരവുള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ പരസ്യ പ്രത്യക്ഷത എന്ന് വിളിക്കുന്നു. വ്യക്തമായിരിക്കുമല്ലോ. ശരി, ഇവിടെ നമ്മൾ കാണുന്ന രണ്ടാമത്തെ കാര്യം, പൊതുവായി ഈ ഭാഗങ്ങളെ നമ്മളൊന്ന് അവലോകനം ചെയ്യുകയാണ്. അതിൽ ഒന്നാമത്തേതാണ് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള പരസ്യ പ്രത്യക്ഷത. രണ്ടാമത് ഇവിടുത്തെ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രൈസ്റ്റ് ആൻഡ് ദ സെയിന്റ്സ് ഡിസെൻഡിങ് ടു ദിസ് എർത്ത് ആഫ്റ്റർ ദ മാരിയേജ് ഓഫ് ദ ലാംബ്. കുഞ്ഞാടിന്റെ കല്യാണ ശേഷം കുഞ്ഞാടും വിശുദ്ധന്മാരും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. കുഞ്ഞാടും വിശുദ്ധന്മാരും കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. സ്തോത്രം. വിശദമാക്കേണ്ടതില്ലല്ലോ. മൂന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറയാത്ത ഒരു കാര്യമാണ്. മൂന്നാമത്, now by this advent Jesus puts an end to the human governments. Jesus puts an end to human governments. ഈ പ്രത്യക്ഷതയോടുകൂടെ സകല മാനുഷ്യ ഭരണകൂടങ്ങൾക്കും അവസാനം കുറിക്കുന്നു. യേശു കർത്താവ് ലോക ഭരണങ്ങളെ മാറ്റുന്നു. സ്തോത്രം. മാനുഷ്യ ഭരണകൂടങ്ങൾക്ക്, ഹ്യൂമൻ ഗവൺമെന്റ്സിന് അന്ത്യം കുറിക്കുകയാണ്. നോ മോർ ഹ്യൂമൻ റൂളേഴ്സ് റൂളിംഗ് ഹിയർ. ഇതിന് ശേഷം ഒരു ലോക ഭരണം മനുഷ്യന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നില്ല. സ്തോത്രം. നമ്മൾ പല പ്രാവശ്യം ദാനിയേൽ 2:34-35
44 45 ഒക്കെ വായിച്ചതാണ്. ഡാനിയേൽ 2, 34, 35, 44 and 45 ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അടുത്ത കാര്യം, ജീസസ് inaugurates the theocratical kingdom. Jesus inaugurates divine kingdom, the theocratical kingdom. ദൈവീക ഭരണകൂടത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ് യേശു ക്രിസ്തു. ഇവിടെ ദൈവീക ഭരണത്തിന് ആരംഭം കുറിക്കുന്നു. വിശദീകരണം അതിനും വേണ്ടല്ലോ. അടുത്തത് നമുക്കിവിടെ കാണാൻ സാധിക്കുക, ജീസസ് ക്രൈസ്റ്റ് condemns Antichrist and his government. മനുഷ്യ ഭരണകൂടത്തെ മാറ്റുന്നു എന്ന് പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വൈരിയായി നാം കാണുന്നത് എതിർ ക്രിസ്തുവ. എതിർ ക്രിസ്തുവിനെയും ഭരണകൂടത്തെയും പരാജയപ്പെടുത്തി നീക്കിക്കളയുന്നു. ജീസസ് defeats and also removes Antichrist and his kingdom, his government. അതിന്റെ വിശദീകരണമാണ് 17ാമത്തെ വാക്യം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കുക. അടുത്തത്, here comes the end of great tribulation. End of great tribulation. മഹാപീഡനകാലം ഇതോടുകൂടെ അവസാനിക്കുന്നു. മഹാപീഡനത്തിന്റെ അവസാനമാണിത്. Next, fulfillment of 70 weeks prophesied by Daniel. Fulfillment of 70 weeks of Daniel. ദാനിയേൽ പ്രവചിച്ച 70 ആഴ്ചവട്ടത്തിന്റെ നിവൃത്തീകരണം സംഭവിക്കുന്നു. 70 ആഴ്ചവട്ടത്തിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നു. അതിനോട് ചേർത്ത് പറയാവുന്ന കാര്യമാണ് ശേഷിപ്പുള്ള 70ാം ആഴ്ചവട്ടത്തിന്റെ പൂർത്തീകരണം. 70 ആഴ്ചവട്ടത്തിൽ ഓർമ്മ കാണുമായിരിക്കുമല്ലോ നിങ്ങൾക്ക്. 70 ആഴ്ചവട്ടത്തിൽ എത്ര ആഴ്ചവട്ടം നിവർത്തിക്കപ്പെട്ടു കഴിഞ്ഞു? 69. 69 weeks are over. യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തോടുകൂടെ 70 ആഴ്ചവട്ടത്തിലെ ദാനിയേൽ 9ാം അധ്യായത്തിൽ കാണുന്ന 70 ആഴ്ചവട്ടത്തിലെ 69 ആഴ്ചവട്ടങ്ങൾ യേശുവിന്റെ ക്രൂശീകരണത്തോടുകൂടെ പൂർത്തിയായി. പിന്നെ ഒരാഴ്ചവട്ടം മാത്രമേ ഉള്ളൂ. അതിനെയാണ് നമ്മൾ 70ാം ആഴ്ചവട്ടം എന്ന് വിളിക്കുന്നത്. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നതോടുകൂടെ എതിർ ക്രിസ്തുവിന്റെ ഭരണം അവസാനിക്കുന്നതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാം ദാനിയേൽ പ്രവചിച്ച 70 ആഴ്ചവട്ടങ്ങളിലെ നിവർത്തിക്കാൻ ബാക്കിയുള്ള 70ാം ആഴ്ചവട്ടം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നു.
പൂർത്തീകരിക്കപ്പെടുന്നു. അടുത്തതാണ് the consummation of the battle of Armageddon. The consummation of the battle of Armageddon. അർമഗദ്ദോൻ യുദ്ധത്തിന്റെ പര്യവസാനം നമുക്കിവിടെ കാണാം. അർമഗദ്ദോൻ യുദ്ധം തീരുകയാണ് ഇവിടെ. അതിന്റെ വിശദീകരണവും 17 തൊട്ടുള്ള വാക്യങ്ങളിൽ നമുക്കുണ്ട്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞതുമാണ്. എന്നാൽ ഒരു ചോദ്യം നമുക്ക് ബാക്കിയുണ്ടെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ചോദ്യോത്തരവേളയിലെ 2 ചോദ്യങ്ങൾ ബാക്കിയുണ്ട്. അതിലൊരു ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ 17 മുതൽക്കുള്ള വാക്യങ്ങളിൽ നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഒന്നും കൂടെ വിശദീകരിക്കും. ഇപ്പോഴില്ല, ദൈവനുദിക്കുന്നെങ്കിൽ നാളെ. നാളെ നമുക്ക് 8 മണിക്കായിരിക്കുമെന്ന് ഇടയ്ക്ക് കയറി പറയുന്നു. ഇനി മറന്നു പോയാലോ, ഇപ്പോഴാകുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. ദൈവം ചോദിച്ചാൽ നാളെ ബുധനാഴ്ച നമ്മുടെ ബുധനാഴ്ചത്തെ ടൈമിംഗ് അനുസരിച്ച് 8 മണിക്കായിരിക്കും. 8 to 9:30 ആണ് ബുധനാഴ്ചകളിൽ. പുതുതായി നമ്മോട് ചേർന്നിട്ടുള്ളവരുമുണ്ട്, അവരുടെയും കൂടെ അറിവിലേക്ക് സ്തോത്രം. ബുധനാഴ്ചകളിൽ 8 തൊട്ട് 9:30 വരെയാണ് നമ്മുടെ ക്ലാസ്. കാരണം 9:30-ക്ക് ശേഷം മറ്റൊരു ക്ലാസ് നമുക്ക് എല്ലാ ബുധനാഴ്ച തോറും ഉണ്ട്. ശരി, മടങ്ങി വരുന്നു. അപ്പോൾ അർമഗദ്ദോൻ യുദ്ധത്തിന്റെ പര്യവസാനം നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാം. മറ്റൊരു കാര്യം, അടുത്തത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം നമുക്ക് ഓർമ്മ കാണും. 12-ാം അധ്യായത്തിൽ നാം കണ്ടതും പഠിച്ചതുമാണ് അതുവരെ സാത്താന്റെ തലസ്ഥാനം. അവിടേക്ക് നമ്മൾ വരുന്നുണ്ട്. സാത്താന്റെ തലസ്ഥാനം, തന്റെ പ്രവർത്തനത്തിന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ആകാശമേഘങ്ങളായിരുന്നു. എന്നാൽ 12-ാം അധ്യായത്തോടുകൂടെ, അഥവാ ഈ മഹാപീഡന കാലത്തിന്റെ പകുതിയോടുകൂടെ യേശുക്കർത്താവ് തന്റെ ദൂതന്മാരെ ഉപയോഗിച്ച് എന്ത് ചെയ്യുകയാണ്? മധ്യാകാശത്തിലെ സാത്താന്യ ആസ്ഥാനങ്ങളെ പിടിച്ചടക്കി അവയെ നിർമൂലനം ചെയ്ത് ആകാശത്തിന്റെ അധികാരം മുഴുവനും കർത്താവ് ഏറ്റെടുക്കും. എപ്പോൾ? by the middle of the 70th week or by the middle of this tribulation period, the Lord cleanses the mid-air by defeating and removing the satanic powers from the heavenly places. ഇത്രയും മനസ്സിലാക്കാൻ പ്രയാസമില്ലല്ലോ. സ്തോത്രം. എന്നാൽ ഇവിടെ നാം കാണുന്നത് എന്താ? യേശുക്കർത്താവ് നേരിട്ട് വന്ന്, ദൂതന്മാരും വിശുദ്ധന്മാരും കൂടെ ഉണ്ട്, എന്നാൽ കർത്താവ് നേരിട്ട് വന്ന് ഭൂമിയിൽ നിന്ന് സാത്താനെയും സാത്താന്റെ കിങ്കരന്മാരെയും മാറ്റി ഭൂമിയുടെ ഭരണവും കർത്താവ് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണ്.
Here in this portion, chapter 19, 11 to 16, we see Christ along with his saints and his angels coming down to this earth and cleanses it by removing them, defeating them, and captures back the rule, the reign, the authority of even this planet Earth. ഇപ്പൊ വെളിപ്പാട് 12-ാം അധ്യായം 7 മുതൽക്കുള്ള വാക്യങ്ങളിൽ മധ്യാകാശത്തിൽ ചെയ്തതിന്റെ ബാക്കി ഭൂമിയിൽ ചെയ്യാനുണ്ടായിരുന്നത് ചെയ്ത് ഭൂമിയുടെ ഭരണം കർത്താവ് ഏറ്റെടുക്കുന്ന ചിത്രം. അതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് 11 മുതൽക്കുള്ള വാക്യങ്ങളിൽ. ഇതുവരെ എന്തെങ്കിലും ചോദ്യമുണ്ടോ? ശരി, അടുത്തതായിട്ട് നാം ഇവിടെ കാണുന്നത് അതെ ദ ഇനാഗുറേഷൻ ഓഫ് ഹെൽ, നരകത്തിന്റെ ഉദ്ഘാടനമാണ്. അതിന്റെ അക്ഷരികമായ നിവർത്തീകരണം നാം 20-21 വാക്യങ്ങളിലാണ് കാണുന്നത്. 19-ാം അധ്യായത്തിന്റെ 20-ഉം 21 വാക്യങ്ങളിലാണ് നാം അതിന്റെ അക്ഷരീയമായ പൂർത്തീകരണത്തെ കാണുന്നത്. നരകത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്, നരകത്തിന്റെ ഉദ്ഘാടനം. അപ്പോ ഇവിടെ നരകം, അതിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിലേക്ക് ആദ്യത്തെ ഇരകളെ, the inaugural prey to the hell, inaugural praise to the hell will be the false Christ and the false prophet. False Christ and the false prophet. അതിന്റെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ ഈ സന്ദർഭത്തിൽ. വേഴ്സ് നമ്പർ 21. And the rest were slain by the sword that came from the mouth of him who was sitting on the horse, and all the birds were gorged with their flesh. Is it 21? Yes. And the beast was captured, and with it the false prophet was captured, and with it. Okay, please continue. And the beast was captured, and with it the false prophet, who in its presence had done the signs by which he deceived those who had received the mark of the beast and those who worshipped its image. These two were thrown alive into the lake of fire that burns with sulfur. Okay. There are only 20 verses or 21 verses? 21. 21 under, this is the 20th verse. Okay. But in my Bible, it is 21st. Okay, anyhow, both of them were hurled alive into the fiery lake that burns and blazes with brimstone. എതിർ ക്രിസ്തുവിനെ അല്ലെങ്കിൽ കള്ളക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും ജീവനോടെ പിടിച്ച് നരകത്തിലേക്ക് തള്ളുന്നു. ഇതാണ് ഇവിടെ നടക്കുന്ന അടുത്ത കാര്യം. ഇനിയും നമുക്ക് കാണാനായിട്ടുള്ളത് ഈ ഭാഗങ്ങളിൽ നടക്കുന്നത് the final restoration of Israel. ഇസ്രായേലിന്റെ
അന്തിമമായ യഥാസ്ഥാപനം അഥവാ വീണ്ടെടുപ്പാണ്. ഇസ്രായേലിന്റെ അന്തിമമായ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ യഥാസ്ഥാപനം ആണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ചത് മുതൽ പല യഥാസ്ഥാപനങ്ങൾ, വീണ്ടെടുപ്പുകൾ, റെസ്റ്റോറേഷൻസ് ഇസ്രായേലിന് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ എന്ന ജാതിക്കും ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനും. ഇസ്രായേൽ എന്ന് പറയുന്നത് രണ്ടുമാണ്, ഒരു ജാതിയുമാണ്, ഒരു രാഷ്ട്രവുമാണ്. ഇതിന് രണ്ടിനും കാലാകാലങ്ങളിൽ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ യഥാസ്ഥാപനം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ യഥാസ്ഥാപനം അല്ലെങ്കിൽ വീണ്ടെടുപ്പ് എന്നുള്ളതായി ഇപ്പോഴത്തെ ഈ 1948 മെയ് മാസം 14 ഇസ്രായേൽ രാഷ്ട്രപ്പിറവിയോടുകൂടെ ഉണ്ടായതായി നമുക്ക് മനസ്സിലാക്കാം. കാരണം ഈ മിസ്രയീമിൽ അവര് 400 വർഷമേ ഉണ്ടായിരുന്നുള്ളൂ. 400 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് വാഗ്ദത്തം ചെയ്ത കനാനിലേക്ക് അവരെ കൂട്ടിവരുത്തി. പിന്നെ കനാൻ നാട്ടിൽ താമസിച്ചുകൊണ്ട് പലപ്പോഴായി ഏതാണ്ട് 111ഓളം വർഷം അവർ മറ്റുള്ളവർക്ക് അടിമകളായിരുന്നു. പക്ഷെ അവർ അവിടെ തന്നെയായിരുന്നു, സ്വന്തം നാട്ടിൽ തന്നെയായിരുന്നു എന്ന് മാത്രം. അതിനുശേഷം നാം കാണുന്നതാണ് 70 years exile in ബാബിലോൺ. ബാബിലോണിൽ അവർക്കുണ്ടായ 70 വർഷത്തെ പ്രവാസകാലം. പക്ഷേ അതിനുശേഷം ഈ 70 വർഷത്തെ പ്രവാസകാലം കഴിഞ്ഞ് അവർ അവരുടെ നാട്ടിലേക്ക് തിരികെ വന്നു. യെരുശലേമിലേക്ക് തിരികെ വന്നു. യെരുശലേമിൽ ദേവാലയം പണിതു, പട്ടണം പണിതു. എന്നാലും AD 70-ലും 130-ലുമായി, ഓക്കെ, AD 70-ലും അന്നേരമാണ് ദേവാലയം നശിപ്പിക്കപ്പെടുന്നത്. AD 130ഓടുകൂടെയാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും ഇവർ ചിതറി ഓടിയത്. അപ്പോൾ AD ഏതാണ്ട് 130 തൊട്ട് 1948 വരെ ഏതാണ്ട് 1800 ചില്ലുവാനം വർഷം, അത്രയും ദീർഘമായ പ്രവാസത്തിന് ശേഷം, ഇതിനെ പ്രവാസം എന്ന് പറയാൻ പറ്റത്തില്ല, ആ കാലങ്ങളിലെ വേൾഡ് മാപ്പിൽ തന്നെ, ലോകരാഷ്ട്രങ്ങളുടെ പേരിൽ തന്നെ ഇസ്രായേൽ ഇല്ലായിരുന്നു. മോർ ദാൻ 1800 years, 1800-ൽ പരം വർഷങ്ങൾക്ക് ശേഷം ലോകം കാണുന്ന ഏറ്റവും വലിയ തിരിച്ചുവരവാണ്, റെസ്റ്റോറേഷനാണ്, യഥാസ്ഥാപനമാണ് ഇസ്രായേൽ അവരുടെ സ്വന്തം നാട്ടിലേക്കുള്ള മടങ്ങിവരവ്. സ്വപ്നങ്ങളിൽ പോലും, ഇമാജിനേഷൻസിൽ പോലും, ഭാവനകളിൽ പോലും കാണാനൊക്കാത്ത ഒരു യഥാസ്ഥാനം. പക്ഷെ നമുക്കറിയാം, ഇതും എന്തല്ല, നോട്ട് ഫൈനൽ, അവസാനത്തേതല്ല. ഇനിയുമുണ്ടവർക്കൊരു ചിതറിക്കൽ. ഒരുപക്ഷെ ഇതുവരെ അവർ അനുഭവിച്ചതിൽ ഏറ്റവും കഠിനമായ ചിതറിയോടൽ ഇനിയും കാത്തിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇവിടെ
വെളിപ്പാട് 19 11 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളിൽ, പ്രത്യേകിച്ച് 15-ാം വാക്യത്തിൽ, 13, 14, 15 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ഇസ്രായേലിന്റെ അന്തിമ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റെസ്റ്റോറേഷൻ ഓഫ് ഇസ്രായേൽ. സ്തോത്രം. അടുത്തതായി നാം ഇവിടെ കാണുന്നത് ക്രിസ്തു കല്യാണമൊക്കെ കഴിഞ്ഞ് മണവാട്ടിയെയും മണവാട്ടിയുടെ തോഴിമാരെയും ഒക്കെ കൊണ്ട്, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ മായിക്കീമയാകെ, अपनी पत्नी की മായിക്കീമയാകെ, അമ്മ വീട്ടിൽ പോവുക എന്നാണ് ഇവിടെ പറയുന്നത്. വിവാഹിതയായ ഒരു പെൺകുട്ടി, ഒരു സ്ത്രീ അവളുടെ സ്വന്തം വീട്ടിലേക്ക് പോകുന്നെങ്കിൽ ഇവിടുത്തെ രീതിയിൽ പറയുന്നത് അവൾ അവിടെ അമ്മയുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞതുപോലെ, ഇവിടെ മണവാളൻ വിവാഹമൊക്കെ കഴിഞ്ഞ് മണവാളന്റെയും മണവാട്ടിയുടെയും തോഴിമാരും എല്ലാവരുമായി മണവാട്ടിയുടെ നാട്ടിലേക്ക്, വീട്ടിലേക്ക്, ഭൂമിയിലേക്ക് വരിക. വന്നിട്ട് ഇവിടെ മണവാളൻ 1000 ആണ്ട് ആദ്യം അങ്ങ് വാഴും. നരകത്തിന്റെ മാത്രം ഉദ്ഘാടനമല്ല നടത്തുന്നത്, പിന്നെ നമ്മൾ നേരത്തെ കണ്ടു ദൈവരാജ്യത്തിന്റെ ഉദ്ഘാടനമെന്ന്. പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ഇതേ ഭൂമിയിൽ യേശു 1000 ആണ്ട് വാഴും. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും നമുക്ക് സംശയങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. 20-ാം അധ്യായം വരെ കാത്തിരുന്നാലും വേഗത്തിൽ കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമുക്ക് അവിടേക്ക് എത്തിച്ചേരാൻ പറ്റും. അതാണ് നാം ഇവിടെ കാണുന്ന അടുത്ത കാര്യം. ഇതേ ഭൂമിയിൽ കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കുന്നു. ഒരു കാര്യവും കൂടെ പറഞ്ഞ് നമുക്ക് ആ ഭാഗം നിർത്താം. യേശുക്രിസ്തുവിന്റെ, അടുത്തതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ക്രിസ്തുവിന്റെ മഹത്വീകരണമാണ് ഇനിയും ഇവിടെ സംഭവിക്കുന്നത്. ക്രിസ്തുവിന്റെയും സഭയുടെയും മഹത്വീകരണം എന്ന് പറയാം. Glorification, or even we can say an honor of both the Christ and the church. ക്രിസ്തുവിന്റെയും സഭയുടെയും ആദരവ്, ബഹുമാനിക്കപ്പെടുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. സ്തോത്രം. നമ്മളതിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രത്യക്ഷതകൾ തമ്മിലുള്ള താരതമ്യ പഠനം നടത്തിയപ്പോൾ അക്കാര്യം പറഞ്ഞിരുന്നു. ഒന്നാം പ്രാവശ്യം വന്നപ്പോൾ ലോകം അവന് ഒരു മുൾക്കിരീടം കൊടുത്തു. ഇപ്പോൾ വരുമ്പോൾ അവന്റെ തലയിൽ അനേകം രാജമുടികൾ നാം കാണുന്നുണ്ട്. വെളിപ്പാട് 12-ന്റെ 3-ാമത്തെ വാക്യത്തിൽ, 12:3, 12-ന്റെ 3. And another sign appeared in heaven. Behold, a great red dragon with 7 heads and 10 horns, and on his heads 7 diadems. There are 7 diadems on the 7 heads of the great red dragon. വലിയ തീനിറമുള്ള മഹാസർപ്പത്തിന്റെ 7 തലകളിൽ 7
രാജമുടി അല്ലെങ്കിൽ 7 കിരീടം. അപ്പോൾ 7 കിരീടങ്ങൾ അണിഞ്ഞ മഹാസർപ്പം. 13:1 13:1. And I saw a beast rising out of the sea, with 10 horns and 7 heads, with 10 diadems on its horns, and Then blasphemous. here comes the beast, the Antichrist, with 10 diadems on its 10 horns. 10 കൊമ്പുകളിൽ 10 രാജമുടി അണിഞ്ഞ മൃഗം അഥവാ എതിർ ക്രിസ്തു. അപ്പോ 7 കിരീടങ്ങളുള്ള മഹാസർപ്പം, 10 കിരീടങ്ങൾ അണിഞ്ഞ കള്ളക്രിസ്തു. എന്നാൽ ഇവിടെ 19-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ചു 19:12. His eyes are like a flame of fire, and on his heads are many diadems. On his head are many diadems. അവന്റെ തലയിൽ അനേകം രാജമുടികൾ. സ്തോത്രം. അന്ന് ഒന്നാമത്തെ വരവിൽ, ഒന്നാമത്തെ പ്രത്യക്ഷതയിൽ ക്രിസ്തുവിനെ അപമാനിക്കുവാൻ ഒരു മുൾക്കിരീടം വടഞ്ഞവന്റെ തലയിൽ വെച്ചു. ആ സ്ഥാനത്ത് ഇവിടെ ക്രിസ്തു ആദരിക്കപ്പെടുകയാണ്, സർവ അധികാരങ്ങളോടും കൂടെ. ഒരധികാരവും കർത്താവിന് പുറത്ത് അതീതമായിട്ടില്ല. സകലവും അവന്റെ കാൽ കീഴെ, സകലത്തിനും മീതെ ഉയർത്തപ്പെട്ട നാമമായി നമ്മുടെ കർത്താവ് ഇവിടെ വരിക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും ഇവിടെ ഏറെ ആദരിക്കപ്പെടുകയാണ്. സ്തോത്രം. ഏറെ ആദരിക്കപ്പെടും. യേശുക്രിസ്തുവിനെ അന്ന് അവൻ വന്നപ്പോൾ അവന്റെ വസ്ത്രം ഉരിഞ്ഞവനെ ആക്ഷേപിച്ചു. He was ridiculed at his first advent or appearance by removing even his own clothes. യേശുക്രിസ്തുവിനെ വസ്ത്രമുരിഞ്ഞാക്ഷേപിച്ചു, നഗ്നനായിട്ട് അവനെ ക്രൂശിച്ചു, നഗ്നനായവനെ വഴിയിലൂടെ നടത്തി. പാപത്തിന്റെ ശിക്ഷയായിരുന്നു കേട്ടോ. ആദം ഹവ്വമാർ പാപം ചെയ്തപ്പോൾ ആദ്യം അവർക്ക് തോന്നിയത് അവർ നഗ്നരാണെന്നാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ഏറ്റ നഗ്നതയും പാപത്തിന്റെ ശിക്ഷയായിരുന്നു. സ്വന്തം അമ്മ ഉൾപ്പെടെയുള്ള സ്ത്രീകൾക്ക് മുമ്പിൽ നാണിടം മറയ്ക്കുവാൻ കഴിയാത്തവനായി, 2 കൈകളും തോളിൽ വെച്ച് കെട്ടിയിരിക്കുന്ന കുരിശിന്റെ ക്രോസ് ബാർ, കുരിശിന്റെ ആ കുറുകയുള്ള തടിയോട് ചേർത്ത് കൈകൾ കെട്ടിയിരിക്കുക. ആ കൈകൾ കൊണ്ട് പോലും നാണിടമൊന്ന് മറയ്ക്കുവാൻ എൻ്റെ കർത്താവിന് കഴിഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് പ്രത്യക്ഷനായിരിക്കുമ്പോഴോ 13-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നെന്ന്. അത് യേശു ക്രിസ്തു ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ചിത്രമാണ്. പക്ഷേ രക്തം തളിച്ച ഉടുപ്പാണോ സത്യത്തിൽ യേശു ധരിച്ചിരിക്കുന്നത്? അല്ല. തേജസ് ഉടുത്തവനായി, സ്തോത്രം, തൻ്റെ സ്വർഗത്തിലെ സൈന്യം മുഴുവനും വെള്ള ഉടുത്ത് ശുഭ്രമായ വിശേഷ വസ്ത്രം ധരിച്ചവനെ അനുഗമിക്കുന്നെങ്കിൽ അവരുടെ ക്യാപ്റ്റൻ എന്തായിരിക്കും ഇട്ടിരിക്കുന്നതെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. സ്തോത്രം.
16-ാം വാക്യത്തിൽ അവന്റെ ഉടുപ്പിനെ കുറിച്ച് കാണുന്നുണ്ടല്ലോ. അത് 13-ാം വാക്യത്തിലെ രക്തം തളിച്ച ഉടുപ്പ് അല്ല. കണ്ടോ, വിവസ്ത്രനാക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട അതേ സ്ഥലത്ത് ഇപ്പോൾ നമ്മുടെ കർത്താവ് വരികയാണ്. വസ്ത്രമില്ലാത്തവനായിട്ടല്ല, തേജസ്സിന്റെ വസ്ത്രമുടുത്തവനായി, തേജസ് ഉടുത്തവനായി. അവൻ മാനിക്കപ്പെടുകയാ. അന്ന് യേശു ക്രൂശിക്കപ്പെട്ടപ്പോൾ അവന്റെ കുറ്റപത്രം എഴുതി വെക്കണമെന്ന് യഹൂദന്മാർ ആവശ്യപ്പെട്ടു. അത് സാധാരണ ചെയ്യുന്ന കാര്യമായിരുന്നു. എന്താണ് തെറ്റ്, എന്തിനാണ് ഇവൻ ക്രൂശിക്കപ്പെട്ടതെന്ന് എഴുതി വെക്കുക പതിവാ. അതുകൊണ്ട് യേശുവിന്റെ കുറ്റപത്രം എഴുതുമ്പോൾ അവൻ യഹൂദന്മാരുടെ രാജാവെന്ന് സ്വയം അവകാശപ്പെട്ടു. അവൻ രാജാവല്ലായിരിക്കെ അവൻ രാജാവാണെന്ന് പ്രഖ്യാപിച്ചെന്ന് വേണം എഴുതാൻ. ഇതാ യഹൂദന്മാർ ആഗ്രഹിച്ചത്. പക്ഷേ പീലാത്തോസ് എഴുതിച്ചത് നമുക്കറിയാം, യഹൂദന്മാരുടെ രാജാവെന്ന്. അതിലും പരാതിയുമായി, അടുത്ത ഹർജിയുമായി യഹൂദന്മാർ ചെന്നു. പീലാത്തോസ് ആകപ്പാടെ ദേഷ്യം പിടിച്ചിരിക്കാരെന്ന് തോന്നുന്നു. പറഞ്ഞു, ഞാൻ എഴുതി നിങ്ങളുടെ പരിപാടിക്കൊത്ത് എന്നെ കിട്ടത്തില്ല തുള്ളാൻ. അതുകൊണ്ട് അങ്ങനെ അങ്ങ് എഴുതി വെച്ചെന്നേ ഉള്ളൂ. എന്നാൽ ഇപ്പോൾ അവൻ വരുമ്പോൾ മാത്രം അബദ്ധത്തിൽ ആരും എഴുതി വെച്ച എഴുത്തല്ല. അവന്റെ ഉടുപ്പിന്മേലും തുടമയിലും ഒരെഴുത്ത്. സ്തോത്രം. രാജാധിരാജാവ്, വെറും രാജാവല്ല, രാജാധിരാജാവ്, കർത്താധികർത്താവ്. ഹല്ലേലൂയ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ യേശു ആദരിക്കപ്പെടുകയാണ്. യേശു മാത്രമാണോ? അല്ല. കർത്താവിന്റെ കൂടെ തന്റെ സഭയും. സ്തോത്രം. കഴിഞ്ഞ ഇടയ്ക്ക് ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു ദൈവദാസൻ ഞങ്ങളുടെ ചർച്ചിൽ വന്നു. വിദേശത്ത് താമസിക്കുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഞങ്ങളുടെ സഭ ഒന്ന് സന്ദർശിക്കണം എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം വന്നു. ഒരു ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് സഭായോഗം ആചരിച്ചു. അന്ന് വൈകിട്ട് അദ്ദേഹത്തിന് ഇവിടെ മുംബൈയിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു പൊതുയോഗം ഉണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിലാണ് പൊതുവായിട്ടുള്ള ഒരു യോഗം. എന്തായിരുന്നെന്നോ എനിക്ക് വലിയ പിടുത്തമില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് ഒരു കോമൺ മീറ്റിംഗ് ഉണ്ട്, ദേവദാസന്മാരെയൊക്കെ കൂടെ വിളിച്ചിട്ടുണ്ട്, ഇന്നവരാണ് അറേഞ്ച് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ അദ്ദേഹത്തെ അവിടെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് എനിക്ക് തുമ്മലും ചീറ്റലും കോൾഡും ഒക്കെ ആയിട്ട് തീരെ വയ്യാതിരിക്കുന്ന സന്ദർഭമാണ്. എനിക്ക് ഇവിടെ നിന്നും 10-30 കിലോമീറ്റർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ അങ്ങേ ഇവിടെ ആക്കിയിട്ട് അവിടുന്ന് അടുത്ത ഒരു കൂട്ടരാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്. അങ്ങേ ഇവിടെ ആക്കിയിട്ട് ഞാൻ അങ്ങ് തിരിച്ചു പോകും, എനിക്ക് വയ്യ, എനിക്കൊന്ന് പോയി കിടക്കണം. എന്നാൽ അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ട രണ്ടാമത്തെ പാർട്ടികൾ വരാൻ അല്പം താമസിച്ചത് കൊണ്ട് എനിക്ക് നിൽക്കേണ്ടി വന്നു അവിടെ. അവർ വന്നു കഴിഞ്ഞ് യോഗം തുടങ്ങി. ഞാൻ പറഞ്ഞു, ഞാനങ്ങ് പോവുക. ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല പോകാൻ പറ്റും. ഞാൻ പറഞ്ഞു, എനിക്ക് വയ്യ. നിർബന്ധിച്ച് എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹത്തെ അവിടുത്തെ മുഖ്യ പ്രസംഗകനായിട്ട് വിളിച്ചിരിക്കുക, ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുകയാണെന്ന് പറയും. ഒടുവിൽ എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞു, എന്നാ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, ഞാൻ പുറകിൽ പോയിരുന്നോളാം, എന്നെ മുമ്പിൽ കൊണ്ടുപോകരുത്. അദ്ദേഹം പറഞ്ഞു, ഇല്ലില്ല പാസ്റ്റർ എന്റെ കൂടെ സ്റ്റേജിൽ ഇരിക്കണം. ഞാൻ പറഞ്ഞു, പറ്റത്തില്ല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇവിടെ ചീഫ് ഗസ്റ്റ് എന്ന നിലയിൽ വന്നിരിക്കുമ്പോ
എൻ്റെ സ്നേഹിതനായ പാസ്റ്റർ അവിടെ പോയിരിക്കാനോ? ഇല്ല, പാസ്റ്ററും എൻ്റെ കൂടെ സ്റ്റേജിൽ വേണം. അദ്ദേഹത്തിന്റെ ആ നല്ല മനസ്സ് ഞാൻ മനസ്സിലാക്കി. ചീഫ് ഗസ്റ്റിന്റെ കൂടെ അടുത്ത് നിൽക്കുന്ന ആളിന് വേണ്ട മാന്യത കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് അദ്ദേഹം എന്നെ അങ്ങനെ വിളിച്ചത്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കർത്താവ് രാജാധിരാജാവും കർത്താധികർത്താവുമായി സൂര്യചന്ദ്രന്മാര് പോലും ലജ്ജിക്കുന്ന ശോഭയോടെ അനേകം രാജമുടികൾ അണിഞ്ഞ സകല അധികാരത്തോടും മഹത്വത്തോടും കൂടെ വരുമ്പോൾ അവന്റെ മണവാട്ടികൾ എന്ന് വിളിക്കുന്നത് ശരിയല്ല, മണവാട്ടിയായ സഭയിലെ നാമൊക്കെ അംഗങ്ങളാണ്. മണവാട്ടി സഭയ്ക്കും എന്ത് ആദരവ് തന്നെ ലഭിക്കും? മണവാളന്റെ അതേ ആദരവ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സ്ഥലത്ത്, ഈ ഭാഗത്ത് 19:11 തൊട്ട് 16 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ക്രിസ്തുവും ക്രിസ്തുവിന്റെ സഭയും ആദരിക്കപ്പെടുന്നതാണ്. സ്തോത്രം. ഈ ഭാഗം വെച്ചുകൊണ്ടാ നമ്മുടെ ഇടയിലൊക്കെ പ്രസംഗിക്കുന്നത്, യേശുവിനെ എവിടെയാണോ ക്രൂശിച്ചത് അവിടെ തന്നെ അവൻ ആദരിക്കപ്പെട്ടു. അതുപോലെ നിങ്ങൾ എവിടെ അപമാനിക്കപ്പെടുമോ അവിടെ ആദരിക്കപ്പെടും. സ്തോത്രം. നിർബന്ധമില്ല കേട്ടോ, ഭൂമിയിൽ അത് സംഭവിക്കണമെന്ന് നിർബന്ധമില്ല. സ്തോത്രം. പത്രോസിനത് സംഭവിച്ചോ? പൗലോസിനത് സംഭവിച്ചോ? ഇല്ല. സ്തേഫാനോസിന് സംഭവിച്ചോ? ഇല്ല. സ്തോത്രം. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ കോമൺ പ്രിൻസിപ്പിൾ. ഇതൊരു പൊതു സിദ്ധാന്തമല്ല. സ്തോത്രം. ഈ ഭൂമിയിൽ നാം നിന്ദിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായും ഇതേ ഭൂമിയിൽ കർത്താവ് നമ്മെ തേജസ്സുടുത്തവരായി കർത്താവിനൊപ്പം നിർത്തി ആദരിക്കും എന്നത് ശരിയാ. പക്ഷെ അത് ഈ ജീവിതത്തിൽ അല്ല എന്ന് മാത്രം. പ്രൈസ് ഗോഡ്. പ്രിയരെ, ഈ പ്രത്യേകമായ ഭാഗം നമ്മെ ഏറെ സന്തോഷിപ്പിക്കട്ടെ, നമ്മെ ത്രസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ മഹത്വത്തെ കുറിച്ചോർത്ത്, നമ്മുടെ കർത്താവിന്റെ അധികാരത്തെ കുറിച്ചോർത്ത്, അതിൽ നാമും പങ്കാളികളാകുന്നതിനെ കുറിച്ച് അയവിറക്കിക്കൊണ്ട്, ഭൂമിയിലെ കഷ്ടങ്ങൾ മറന്ന്, നിന്ദകൾ മറന്ന്, രോഗങ്ങളും ക്ഷീണങ്ങളും മറന്ന് കർത്താവിനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുന്ന ആ സുദിനത്തിനായി നമുക്ക് ഒരുങ്ങിപ്പാർക്കാം. അതിനായി നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിൽ സൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.